ഞാൻ കെട്ടിയ താലി ഞാൻ ഊരേ. അതല്ലേ എടുക്കേണ്ടത്, അത് ഇടാനല്ലേ ചടങ്ങ്. രണ്ട് സൈഡിൽ നിന്ന് വലിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ടു പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്. സോ ഞാനിത് രാവിലെ എണീക്കുമ്പോൾ തന്നെ കിണ്ടറൊക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഉറങ്ങിയത് 6 മണിക്കാണ്. പിന്നെ എങ്ങനെ ഞാൻ ഇൻട്രോ എടുക്കുക? എൻ്റെ ഈ അവസ്ഥ എല്ലാ അമ്മമാർക്കും മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ഫങ്ഷൻ നടക്കുന്ന അവിടേക്ക് പോകും. ഞങ്ങളുടെ വളകാപ്പ് നടത്തിയ റിസോർട്ടുണ്ട്, മാൻഗ്രോവ്. അത് നോർത്ത് പറവൂർ ചേത്തമംഗലത്തുള്ള റിസോർട്ടാണ്. അവിടെ തന്നെയാണ് ഈ ഫങ്ഷനും ഞങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് പോകും. ബാക്കി അമ്മയ്ക്കൊക്കെ ഇനി കുഞ്ഞിനൊക്കെ കുളിപ്പിച്ചിട്ട് വേണം വരാനായിട്ട്. അവർ പുറകെ വരും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. രാവിലെ തൊട്ട് മൊത്തത്തിലൊരു മഴ മൂടാണ്. മഴ പെയ്യും തോരും, പെയ്യും തോരും, അങ്ങനെയാണ്. ഇന്നലെ ഒറ്റ മനുഷ്യനെ ഉറക്കാതെ അവൻ ഇപ്പം സുഖമായി കിടന്നുറങ്ങുന്നു. നീ ഇന്നലെ എൻ്റെ ഭാര്യയെ ഉറക്കിയില്ലടാ. നിന്നെപ്പറ്റി ഒരു കംപ്ലൈൻറ്റ് കേട്ടല്ലേടാ ഞാൻ. നീ ഇന്നലെ നിൻ്റെ അമ്മയെ ഉറക്കിയില്ലേ? ശക്തിവരോ വൈഷ്ണവ്യൊക്കെ കിടക്കണണ്ട ഷിൻ്റപ്പോ. ഇന്നലെ അമ്മയും ഉറക്കിയില്ലാന്ന് കേട്ടു. ഒരു കംപ്ലൈൻറ്റ് കേട്ടു. അച്ഛൻ ഒരു കംപ്ലൈൻറ്റ് കേട്ടു. ആരും ഉറക്കൂല നീ? എല്ലാവരുടെയും ഉറക്കം കളഞ്ഞ് നേരവും വിളിപ്പിച്ചിട്ട് അവൻ സുഖമായിട്ട് കിടന്നുറങ്ങണം, കണ്ടില്ലേ? ഉറങ്ങിയോ കൊണ്ടു? അവൻ എല്ലാവരെയും ഉണർത്തി വെച്ചിട്ട് അവൻ നല്ല സുഖം ഉറക്കാം. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? അവങ്ങനെ സ്റ്റൈൽ. ഇതാണ് അവൻ്റെ സ്റ്റൈൽ. ഇന്നലെ എത്ര സമയത്ത് ഉറങ്ങി? സമയമൊന്നും എനിക്ക് ഓർമ്മയില്ല. സ്റ്റെറിലൈസ് ചെയ്ത് സ്റ്റീലും സ്റ്റീലും. ഇന്നലത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര മണിക്ക്? 10 മണിക്ക് കിടന്നിട്ട് എത്ര മണിക്ക്? അപ്പൊ എവന്റെ കാര്യം ആരും നോക്കി? ആണോ? ഇന്നലെ അമ്മ 6 മണിക്ക്, ഇന്ന് 6 മണിക്കാണ് അമ്മ ഉറങ്ങിയത്. ഇത് അവളുടെ അവസ്ഥ എന്താ? നീ വലിയ കുഴപ്പക്കാരനാണടാ. നീ എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും ഉറങ്ങാൻ സമ്മതിക്കില്ലടാ നീ. എടാ ഹായ്, ദേ രേഷ്മ ചേച്ചി ഇല്ലേ? രേഷ്മ ആൻറ്റി എന്താ കയ്യിലൊക്കെ? അവള് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. അവളൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ ഒരു കുട്ടി ഇടുള്ളത് അവൾ അറിഞ്ഞില്ല. എന്താണ് നിന്റെ പ്രശ്നം? അത് എണീറ്റ് കാറിയെന്ന് രാത്രി ഒരു 5 മണിയൊക്കെ കണ്ട ഉറങ്ങിയത്. അലാറാന്ന് വിചാരിച്ചു. അവളെന്ത് ചെയ്യണം? യവൻ എന്ത് ചെയ്യണം? നോക്കിയാ എന്താണ് ഉദ്ദേശം? എന്താണ് തുണിയാണ് വളരെ വളരെയല്ല ഇത് ബർബി. എനിക്ക് തോളയിട്ട് ബർബി വയ്ക്കാൻ പറ്റില്ല. തോൾ വിടുത്ത് കൂടുതലാണ്. ഇതാണ് ഏറ്റവും ടാസ്ക്. ഈ പരിപാടിയുടെ ടാസ്ക്. ഇഷ്ടായി അങ്ങനെ കിടക്കുന്നു. അവനെ ഇഷ്ടം. കാലൊക്കെ താഴ്ത്തി പുതിയ സ്റ്റിക്കറിനുള്ളത്. പാവം 10 മിനിറ്റ് അടുപ്പിച്ചൊക്കെ ചെയ്യണം. അഴുക്കത്തന്ത ചെക്കനേക്കാൾ മോശം. ഒന്നും കൂടെ ഒന്ന് ഉറക്കിയേക്കാം. കുട്ടി ഉറങ്ങിയാലേ വീട്ടിലെ പണിയൊക്കെ ഗ്യാപ്പിൽ തീർത്തിറങ്ങാൻ പറ്റുള്ളേ. ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. മാൻഗ്രോവ് റിസോർട്ട്. ഇത് നോർത്ത് പറവൂർ ചേന്നമംഗലത്തുള്ള റിസോർട്ടാണ്.
രാവിലത്തെ മഴയുടെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. മൊത്തം ചളുപിളുന്നായി. കറണ്ട്ലി ഇവിടെ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞാൽ അടിപൊളി ആവുള്ളൂ. ഞങ്ങളുടെ വളകാപ്പ് നടത്തിയത് ഇവിടെ തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്റ്റേജ്. ബാബുറാമൻ ഇവൻറ്റ്സ് ആണ് സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. വളകാപ്പം ചെയ്തത് സെയിം ടീം തന്നെയാണ്. ഇതാ ഇവിടെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഈ എല്ലാ റെനോവേഷൻ വർക്ക്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫംഗ്ഷൻസൊക്കെ നടത്താൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് മാൻഗ്രോവ്. സോ പറവൂരുകാരനും പിന്നെ പരിസര പ്രദേശത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. രാവിലെ എത്തി. എന്താ അത് ഗിഫ്റ്റാ? ഒന്നുമില്ല. അപ്പൊ ഗിഫ്റ്റ് ഒന്നും താലി മാറ്റി ഇതിലിട്ടിട്. അപ്പൊ ആ മാല മാറ്റണ്ടല്ലോ. ആ മാല ഇവിടെ ഊരി വയ്ക്ക്. ഞാൻ ഊരേ, ഞാൻ കെട്ടിയ താലി ഞാൻ ഊരേ. എന്താ പറയണേ? മാത്രമേ ഉള്ളൂ. ഇല്ല, പറ്റില്ലയോ? പേടിയുണ്ടോ അവനെ? എനിക്കിപ്പോ എന്റെ ജീവിതത്തില് ആകെയുള്ളൊരു പേടി അതാണ്. ഇതാ കിടക്കുന്നു. വേഗം പോകുന്നോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പുട്ടും പഴമുള്ളൂ. പുട്ടും പഴവും ചിക്കൻ കറിയും മീൻ കറിയും ചോദിച്ചു. ഇന്ന് നോൺ വെജ് പാടില്ല. അങ്ങനല്ല, ഇന്ന് പൂജാകർമ്മങ്ങളുണ്ടേ. പൂജ ചെയ്യുന്ന നമ്മളല്ലേ, നമുക്ക് എന്തോ ഇത് ഒരു രുചിയില്ല. പഴത്തിന് നല്ല മധുരമുണ്ടല്ലോ. റോബസ്റ്റ് അത് ഞാൻ തിന്നു. ഇവളെന്ത് കണ്ടിട്ടാണോ എന്തോ ചിരിച്ചു കൂട്ടുന്നത്. ന്യൂസ് നല്ല ന്യൂസാണ്. എന്താ ചന്ത അത് അപ്പിയിട്ടു. നമ്മൾ അപ്പിയിട്ടു. അമ്മയുടെ സ്നേഹം വന്നു. ഇനി കുഞ്ഞിന്റെ അടുത്ത് പോയിട്ട് ഗ്രീഷ്മ പോവുള്ളൂ. എന്താ ചെയ്യണ്ടേ? അപ്പിട്ടന്റെ അരച്ചിലാണത്. അത് കുഴപ്പമില്ല. പൊക്ക അമ്മ നോക്കിക്കോളൂ. അമ്മ കോരി. അതിൽ ഞാനെടുത്തപ്പോ ഇങ്ങനെ പുള്ളാന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് പോവാം. ഇനിയൊരു ടെസ്റ്റ് പറയട്ടെ. അരഞ്ഞാണോ ബ്രേസ്ലെറ്റ് എടുത്തില്ല. ആ അതാണ് മെയിൻ. പക്ഷെ ഞാൻ അത് വിട്ടുപോയി. എന്ത് ചെയ്യണം? ആ വീട്ടിൽ ഞാൻ പോയിപ്പോ എടുത്തിട്ട് വരാം. പറഞ്ഞോ, വീഡിയോയില് പറ. നീ കേക്കട്ടെ. നിന്റെ സ്വഭാവം ആൾക്കാർ അറിയിട്ടടി. അതല്ലേ എടുക്കേണ്ടത്, അത് ഇടാനല്ലേ ചടങ്ങ്. ഞാൻ വിട്ടുപോയി. ജേഷ്മേ, അപ്പുറം വെള്ള കവറുണ്ട്. അതങ്ങട് കണ്ടന്റ് ഉണ്ടാക്കിയതല്ല. അത് എവളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി. അല്ല, അങ്ങനെയൊക്കെ മറക്കേ മനപ്പുറം മുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മറക്കലുണ്ട് ഇടയ്ക്ക്. ഓരോന്നിങ്ങനെ മറന്ന് നമ്മുടെ വെക്കുക. അപ്പൊ ആ പേരും പറഞ്ഞ് പോവാല്ല. പിന്നെ കറക്റ്റ് ടൈം ആകുമ്പോ വന്നാൽ മതിയല്ല. ആ രണ്ടെണ്ണം എടുത്തേടി. രണ്ട് ബോക്സ് ഉണ്ട്. അത് രണ്ടെണ്ണം എടുക്കുക. ഒന്ന് കാണിക്ക്. ഇത് ബ്രേസ്ലെറ്റ് ആണ്. ഇത് അരഞ്ഞാണ്. ഇതാണ് അരഞ്ഞാണ്. ബ്രേസ്ലെറ്റ് കാണിക്കുന്നീ. ബ്രേസ്ലെറ്റ് ഇത് എന്റെ വക.
എന്റെ വക ബ്രേസ്ലെറ്റ് കാണിച്ചത് കാണിച്ച്. അപ്പൊ എന്റെ വകെ നിന്റെ വക ആരുടെയാണ്? കൊച്ചിനടുത്ത് പറയണോ കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. എന്താടി കൊള്ളല്ലേ മാല? അമ്മായിമ്മ കൊടുത്ത? ഓ അയ്യോ വീഡിയോ അല്ലേ? അതെ. എന്താ അമ്മായി ഇതമ്മ കാണും കേട്ടോ. അമ്മ കണ്ട അവക്ക് എന്താ ഒരു പുച്ഛമെന്ന് വയ്ക്കും. അപ്പൊ എന്ത് ചെയ്യും? പുച്ഛൊന്നുമില്ല. പിന്നെ ഇത് അത്യാവശ്യം നല്ല കനമുള്ള മാല. ഇതിനോട് എങ്ങനെ പുച്ഛിക്കുക നമ്മള്? സ്വർണത്തിന് വില കൂടി നിൽക്കുന്ന രേഷ്മ എന്താ കുഞ്ഞിനെ കൊടുക്കുന്നത്? അവളെ നല്ല മോദിയുടെ കുറച്ച് ഡ്രസ്സ്, മോദി ഇടുന്ന പോലത്തെ ഡ്രസ് ഇല്ലേ? ഇതൊക്കെയാണോ കൊച്ചിന് തരുന്നത്? വെരി ബാഡ് ഗേൾ. ആണോ? രേഷ്മയുടെ ഒരു മൂക്കുത്തി എന്നാലും മതി. എന്തിനാ നിനക്ക് ഇത്രയും മൂക്കുത്തി? എല്ലാം സ്വർണ്ണം നോക്കി. ഇതൊക്കെ മാറി. മാറ്റം വരുത്തിയില്ലേ? അങ്ങനെ അവർ കണ്ടുമുട്ടുകയാണ്. ഇതൊക്കെ എന്താ റിംഗ് ലൈറ്റ് ഒക്കെ? നെയിൽ പോളിഷ് ഉണ്ടോടാ? നിന്റെ ഉണ്ടോ നെയിൽ പോളിഷ്? എടുത്തിട്ടില്ല. നെയിൽ പോളിഷ് ഇല്ലാത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഡേ കിടന്ന് ഉറങ്ങുന്ന കണ്ടോ? ഒന്നും അറിയാണ്ട്. ഹായ്. അമ്മ ഇനി റെഡിയും കൂടെ ആയി കഴിഞ്ഞാലേ ഇവനെ എനിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ മൊത്തത്തിൽ കച്ചറയാവും. ബിന്ദുവായിട്ട് പിടിച്ചിരിക്കാൻ പോവാ. ഇതൊക്കെ വരും കേട്ടോ. ബിന്ദു ഇതൊക്കെ കാണും. വളയൊക്കെ പത്രാസാണല്ലോ. അവതാരം കുത്തിവെച്ച വളയും വെറുതല്ല. അവതാരം അതാര്? ദശാവതാരം കുത്തിയ വളയും. അങ്ങനെ അത് ഇടാൻ പറ്റും. ദശാവതാരം ദശാവതാരം ഒക്കെ ഇതെന്താ? മുഖത്ത് വേറെ അവതാരമാണല്ലോ. പിടിക്കും. ഷീബി സ്റ്റാറാണ്. എന്താ ഷീബിയുടെ മേക്കപ്പ് സാധനങ്ങളാണ് ഇത്രയും. ഇതാ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ പുറപ്പെട്ടു കഴിഞ്ഞു. നല്ല സിമ്പിൾ ആൻഡ് എലഗൻ ഡെക്കോറാണ് നമുക്ക് ബാബറാമൻ ചെയ്തു തന്നിരിക്കുന്നത്. മഴ പെയ്യാത്ത പക്ഷം നമ്മളെല്ലാവരും സേഫാണ്. ഹാർഡ് വർക്ക്. പെട്ടെന്ന് മഴക്കോൾ വരുന്നു. മഴ വന്ന പണി പാളി. ട്രിവാൻഡ്രത്ത് നിന്ന് അക്കിയുടെ റിലേറ്റീവ്സ് എല്ലാം എത്തി. അവർ അത്യാവശ്യം നേരത്തെ തന്നെ എത്തിയായിരുന്നു. ഒന്ന് ചിരിക്കോ? ഇയാളെ കണ്ടാ? ഇതാരാണ്? അച്ഛ കണ്ടാ? അച്ഛൻ കൊണ്ട് ചോദിച്ചോ. അക്കിയുടെ അച്ഛൻ ആദ്യമായിട്ടാണ് കുഞ്ഞിനെ കാണുന്നത്. അക്കിയുടെ അച്ഛൻ ആക്സിഡൻ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് വളകാപ്പ് തുടങ്ങിയുള്ള ഒരു ഫംഗ്ഷനും അച്ഛൻ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഫോട്ടോയിൽ കാണുമ്പോ ആള് വലുതായിട്ട് തോന്നും. നേരിട്ട് കണ്ട ബുദ്ധിപ്പുലേ ഉള്ളൂ. ഇതാളാണ് കിടന്ന് വിളിക്കണത്. ഈ ആളാണ് കിടന്ന് വിളിക്കണത്. നോക്ക്. ജോഫി കണ്ണ് തുറന്ന് നോക്കിയാണ് ഇതാരെന്ന്. സിന്റപ്പോ സിന്റരോ സിന്റരോ. ഈ ശാന്തത ഇല്ലേ, ഇത് ആ പരിപാടിയുടെ നേരത്തെ ഉണ്ടായാൽ മതി എന്നാണ് എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന. ഞങ്ങളുടെ എടഞ്ഞേറ് പേഴ്സണാണ്. ചാച്ചനാണ് കണ്ട.
നല്ല വരക്കം. ഹലോ ഹലോ ഉറക്കം. നല്ലതവൻ ചുണ്ടുകൊണ്ട് പറഞ്ഞു. അവൻ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞത് ചുണ്ടുകൊണ്ട്. ഹായ്. ദേ ഇവരാണ് നമുക്ക് നമ്മുടെ നെയിം റിവീലിംഗ് ബോർഡ് ചെയ്ത് തന്നത്. എവിടെ സാധനം എന്തേ കൊടുത്തോ? A2B2 ആർട്ട് വർക്ക്സ് എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൻ്റെ പേര്. മേക്കപ്പ് വളരെ ലൈറ്റായിട്ട് മതിയെന്ന് ഞാൻ ആദ്യമേ സൗമ്യയോട് പറഞ്ഞിരുന്നു. ആണോ ഞാൻ എന്തൊരു സുന്ദരിയാണ് കുഞ്ഞി കണ്ണുകളോ ചൈനും ചിരിയോ. എന്ത് ഭംഗി നിങ്ങളിത് കാണാം. ഞാൻ എൻ്റെ കൊച്ചിനെ കണ്ണു ചോദിച്ചാൽ എന്താണ് കുഴപ്പം? സുന്ദരി തന്നെ സുന്ദരി. ചടങ്ങിനുള്ള സമയമായി. ചെറുക്കനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ദേവി കൊണ്ടുപോകുന്നുണ്ട്. എന്താവോ എന്തോ. അവനാണെങ്കിൽ എങ്ങനെ അലമ്പുണ്ടാക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാം. കാരണം കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. ഫീഡ് ചെയ്യുന്ന നേരത്തെ മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ. എൻ്റെ സൈഡിൽ നിന്നുള്ള ബന്ധുക്കളും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ സെറ്റിങ്സുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നൂലുകെട്ടിന് മുമ്പുള്ള. ഞാനത് ഇരുന്നിട്ടേ പല അഭിപ്രായങ്ങൾ ആ സമയത്ത് പല സൈഡിൽ നിന്നായിട്ട് കേട്ടോണ്ടാണെന്നറിയില്ല. എനിക്ക് മൊത്തത്തിലൊരു കിളിപോയ അവസ്ഥയിലായിരുന്നു. അതൊക്കെ എടുത്ത് ഇതിനകത്ത് ഇടണം. അത് കത്തിക്കാനൊക്കെ ഫോട്ടോ തുമ്മി സാധനം എന്താണ് ഒരു നൂല് കേട്ടോ ഈ ചാർജ് കേട്ടോ. കുറച്ച് ടൈറ്റായിട്ട് കിട്ടുമ്പോൾ ഓ ഓ ഓ ഓ അരിഞ്ഞാണം ഒന്ന് പൊട്ടിയാ പഠിച്ചു
നോക്കി വെച്ചേക്കാം കേട്ടോ. അമ്മാവിയല്ലേ അമ്മാവി അമ്മാവി നോക്കി വെച്ചേക്കണം കൊടുക്കുന്നുണ്ടോ കൈ കൊടുത്താൽ മതി. തുടങ്ങി അവൻ വയലൻ്റ് ആവാൻ തുടങ്ങി. അവൻ വയലൻ്റ് ആയ ഞാൻ പാനിക്കാവും. വയലൻ്റ് ആയ കാം ചെയ്യാൻ അമ്മാമ്മ തന്നെ വേണം. അടുത്തതായി പേരിടൽ ചടങ്ങാണ്. ത്രാൺ എന്നാണ് ഞങ്ങളുടെ കുട്ടിയുടെ പേര്. ത്രാൺ ആക്ച്വലി ഒരു ഹിന്ദി പേരാണ്. പേരിൻ്റെ അർത്ഥം വരുന്നത് ഡിഫൻഡർ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ എന്നുള്ളൊരു അർത്ഥമാണ്. താരു എന്നാണ് അവൻ്റെ വിളിപ്പേര്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേരെ തിരിച്ചാണ്. ആ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. ഇനി കുറച്ച് ഫോട്ടോ സെഷൻസ് ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പരിപാടി വൈൻഡ് അപ്പ് ചെയ്യാം. ഈ സൈഡിലോട്ടോ പെട്ടെന്നേ സംഘം ഇവിടെ നോക്കിയോ വെയിലില്ലാതെ മാറില്ലേ പറഞ്ഞ കൂടി അല്പം കൂടി ഫ്രണ്ടിലോട്ട് ഇയാൾ ഈ സൈഡിലോട്ട് കയറിയിട്ട് ഫ്രണ്ടിലോട്ട് ഇരുന്നോ. ഓക്കെ, ഇയാൾ സെൻറ്ററിൽ ഇരുന്നോ. ഇയാൾ അതേപോലെ ഈ സൈഡിലോട്ട് കയറിയിട്ട് ഫ്രണ്ടിലോട്ട് ഇരുന്നോ. ചേർന്ന് ഇംഗ്ലീഷ് പറ, ഇംഗ്ലീഷ് അറിയുള്ളൂ. ഇവിടെ നോക്കി എൻ്റെ അച്ഛന് ചൂണ്ട പണ്ട് ഒരു വീക്ക്നെസ്സാണ്. എവിടെ ചൂണ്ട കണ്ടാലും ഒരാവശ്യമില്ലാണ്ട് അച്ഛൻ അതെടുത്ത് വീശും. എന്നാൽ വലുതും കിട്ടും. അതും ഇല്ല, ഒരു രസം അത്ര തന്നെ. അപ്പൊ ബൈ. അനീഷ് വീഡിയോ കാണും. അപ്പൊ പോന്നോ അച്ഛാ? ഇത് എൻ്റെ കൂടെ ഉള്ള ആളാണ്, പ്രശാന്തേട്ടൻ. ഇത് പ്രശാന്തന്റെ വൈഫ് എമ്മേച്ചി. ഒരു മോനുണ്ട്, കൈയും ഇങ്ങനെ ഒടിഞ്ഞു വെച്ചിട്ട് അവിടെ നിൽക്കേണ്ടത്. ചേച്ചി എല്ലാം കുറച്ച് വൈകിയതുകൊണ്ട് ഫോട്ടോ സെഷൻസ് ഒന്നും രാവിലെ വെക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രീ ആയതിനു ശേഷമാണ് ഞങ്ങൾ ഫോട്ടോ എടുപ്പിന് ഇറങ്ങിയത്. ഞങ്ങളുടെ വളകാപ്പിൻ്റെ വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി ചെയ്ത സെയിം ടീം, അതായത് കാർഡമം വെഡിങ്സ് തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത്. അവൻ ഇങ്ങനെ പൊക്കിയിട്ട് നിങ്ങൾ 3 തലം തൊട്ടിൽ ഇഷ്ടപ്പെട്ട. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ നൂലുകെട്ട് വിശേഷങ്ങൾ. കൊച്ച ആകെ ക്ഷീണിച്ച് വയ്യാണ്ടായി. ഇനി കുറച്ച് ഗോപിചന്ദനാദി വാങ്ങിച്ചു കൊടുക്കണം. അക്കയുടെ ഫാമിലിയിൽ നിന്ന് വന്ന എല്ലാവരും തിരിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് മൈൻഡപ്പ് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി ഈ കുഞ്ഞിന് കിട്ടിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞങ്ങൾ പുതിയൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.